Good day all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഡേറ്റ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. ഒന്ന് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റയും രണ്ടാമത് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റയും. ഈ വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ഒരു ഫാക്ടർ ഉണ്ട്, അതിന് കെ ലെവൽ ഉണ്ട്, കെ ലെവൽസ് ഉണ്ട്. ഈ YIJ എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ. YIJ എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. ഈ ഒബ്സർവേഷൻ YJ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, കെ ഗ്രൂപ്പ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദി കെ ലെവൽ ഓഫ് ദി ഫാക്ടർ. അതാണ് എന്ത്, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ഫാക്ടറിന് കെ ലെവലുണ്ട്, അതിൽ നമ്മളൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ കൺസിഡർ ചെയ്യുന്നു. YIJ എന്ന ഒബ്സർവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, ഇങ്ങനെ കെ ഗ്രൂപ്പ്സ് ആക്കി അക്കോർഡിംഗ് ടു ദി കെ ലെവൽ ഓഫ് ദി ഫാക്ടർ. അതാണ് എന്ത്, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു അഗ്രികൾച്ചർ എക്സ്പെരിമെൻറ്റ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു, ഒരു അഗ്രികൾച്ചർ എക്സ്പെരിമെൻറ്റ്. അതിൽ ഞാൻ ഫാക്ടറായിട്ട് എടുക്കുന്നത് എന്താണ്, ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ 1, ഫെർട്ടിലൈസർ 2, ഫെർട്ടിലൈസർ 3. ഓക്കെ, ഇത് 3 ലെവലുണ്ട്. ഓക്കെ, 3 ലെവലുണ്ട്. ഇത് ഫെർട്ടിലൈസർ 1ന് ഞാൻ 3 പ്ലോട്ടിന് എന്ത് ചെയ്യുന്നു, ഈ ഫെർട്ടിലൈസർ 1 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഈൽഡ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ 3, 6, 5. അടുത്ത ഫെർട്ടിലൈസർ 2 ഇങ്ങനെ 5 പ്ലോട്ടിന് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ഈൽഡ് ഞാൻ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 6, 5, 3, 1, 2. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ 3 ഒരു 3 പ്ലോട്ടിന് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അതിൽ കിട്ടുന്ന ഈൽഡ് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഈ ടൈപ്പ് ഡേറ്റയാണ് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ YIJ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ. കൂടാതെ ഈ ഫെർട്ടിലൈസർ 1ന് എത്ര ഒബ്സർവേഷൻ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, 3, 6, 5. അതായത് N1 ഒബ്സർവേഷൻ. ഇതുപോലെ തന്നെ N2 1, 2, 3, 4, 5. N2 എന്ന് പറയുന്നത് 5 ഒബ്സർവേഷൻ. അതുപോലെ തന്നെ N3 എന്ന് പറയുന്നത് എന്താണ്, 3 ഒബ്സർവേഷൻ. ജനറലായിട്ട് NI ഒബ്സർവേഷൻ ഉണ്ട്, NI ഒബ്സർവേഷൻ. ഈ YIJ എന്ന് പറയുന്നത് ഇതാണ് ith ലെവൽ, ഒബ്സർവേഷൻ ഓഫ് ith ലെവലാണ് ഉദ്ദേശിക്കുന്നത്. I എന്ന് പറയുന്നത് 1 to I എന്ന് പറയുന്നത് ith ലെവൽ. അപ്പോൾ I എന്ന് പറയുന്നത് 1 to എക്സെട്ര കെയും, J എന്ന് പറയുന്നത് 1 to എക്സെട്ര NI. അതായത് നമ്മളിവിടെ Y11, ഇത് Y11 ആയിരിക്കും, ഇത് Y12, ഇത് Y13. അതായത് Y11 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ലെവലിലെ ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇതൊന്ന് Y12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിലെ സെക്കൻഡ് ഒബ്സർവേഷൻ. Y13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിലെ തേർഡ് ഒബ്സർവേഷൻ. അതുപോലെ തന്നെ ഇത് എന്താണ്, Y21, ഇത് Y22. അതായത് Y21 എന്ന് സെക്കൻഡ് ലെവലിലെ ഫസ്റ്റ് ഒബ്സർവേഷൻ, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ലെവലിലെ സെക്കൻഡ് ഒബ്സർവേഷൻ. ഇതാണ് ഈ YIJ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ? നമ്മളൊരു സെറ്റ് ഒബ്സർവേഷൻ കൺസിഡർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ഓവർ എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എ ഫാക്ടർ. അതായത് കെ ലെവലുണ്ട്, let there be NI ഒബ്സർവേഷൻ ഉണ്ട്, ഡിനോട്ടഡ് ബൈ YIJ എഗൻസ്റ്റ് ദി ith ലെവൽ. J എന്ന് പറയുന്നത് 1, 2, എക്സെട്ര NI, I എന്ന് പറയുന്നത് 1 to എക്സെട്ര K ആണ്. അങ്ങനെയാണെങ്കിൽ ഒബ്സർവേഷൻ YIJ എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് കെ ഗ്രൂപ്പ്സ് ആക്കി അക്കോർഡിംഗ് ടു ദ കെ ലെവൽ ഓഫ് ദി ഫാക്ടർ. അതിനെയാണ് എന്ത് പറയുന്നത്, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇട്ട് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു, 3 ലെവൽ ഓഫ് ഫെർട്ടിലൈസർ ഉണ്ട്, ഫെർട്ടിലൈസർ 1, ഫെർട്ടിലൈസർ 2, ഫെർട്ടിലൈസർ 3 എന്ന് പറയുന്നത് എന്താണ്, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റയുടെ ഒരു എക്സാമ്പിളാണ്. നമ്മളതിൻ്റെ ഒരു ജനറൽ ലേഔട്ട് എന്ന് പറയുന്നത് ഇതാണേ സാമ്പിൾ ഒബ്സർവേഷൻ ഉണ്ടോ. ഇതാണ് എന്ത്, ലേ ഔട്ട്, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റയുടെ ഒരു ലേ ഔട്ട്. ക്ലാസ് 1 Y11, Y12, Y1N, N1, Y21, Y22 ഉണ്ടോ. ഇതാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ. ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഫാക്ടർ കാണും, ഫാക്ടർ എയും ഫാക്ടർ ബിയും. ഫാക്ടർ എയിൽ
പി ലെവലുണ്ട്, ഫാക്ടർ എയിൽ പി ലെവൽ, ഫാക്ടർ ബിയിൽ ആർ ലെവലുണ്ട്. മൊത്തത്തിൽ പി ആർ സെല്ലുണ്ട്. അതായത് ഇവിടെ എൻ ഐ ഒബ്സർവേഷൻ ഉണ്ട്. എൻ ഐ ഒബ്സർവേഷൻ ഉണ്ട്. എൻ ഐ ജെ ഒബ്സർവേഷൻ ഉണ്ട്. ഐ ജെത്ത് സെൽ ഡിഫൈൻഡ് ബൈ, ഐ ജെത്ത് സെൽ ഡിഫൈൻ ചെയ്ത് ith ലെവൽ ഓഫ് എ ആൻഡ് jth ലെവൽ ഓഫ് ബി ആണ് എന്തെന്ന് പറയുന്നത്, എൻ ഐ ജെ എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഐ ജെ കെ എന്ന് പറയുന്നത് kth ഒബ്സർവേഷൻ ഇൻ ദി ഐ ജെത്ത് സെല്ലിനെയാണ് വൈ ഐ ജെ കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേണ്ടേ ഈ രീതിയിൽ ഫാക്ടർ എ, ഫാക്ടർ ബി, ഫാക്ടർ ബിയിൽ ഫാക്ടർ എയിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്, ഫാക്ടർ എയിൽ എത്ര ലെവലുണ്ട്, പി ലെവലും, ഫാക്ടർ ബിയിൽ ആർ ലെവലും. അപ്പോൾ ഈ രീതിയിൽ അതാണ് എന്ത് ടു വേ ക്ലാസിഫൈഡ് ആയിട്ട്. ഓക്കെ, ഫാക്ടർ എയിൽ ഫസ്റ്റ് ലെവലാണ് ഇത് ഫാക്ടർ എയുടെ, ഇത് ഫാക്ടർ ബിയുടെ ഫസ്റ്റ് ലെവൽ, അതിൽ കുറേ എന്തുണ്ട് ഒബ്സർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫാക്ടർ എയിലെ ഫസ്റ്റ് ലെവലും ഫാക്ടർ ബിയിലെ സെക്കൻഡ് ലെവലും അതിൻ്റെ കുറേ ഒബ്സർവേഷൻ. ഓക്കെ, അതായത് ഇവിടെ ഈ കേസ് എന്ന് പറഞ്ഞാൽ ദിസ് ലേഔട്ട് ഓഫ് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ വിത്ത് മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ പെർ സെൽ. അതിവിടെ ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ ഉണ്ട്. അടുത്ത ചില കേസിൽ ഒരു സെല്ല് എന്തോ ഒരു ഒബ്സർവേഷനെ കാണത്തുള്ളൂ. കണ്ട് ഇവിടെ, അതായത് ഇവിടെ വെച്ചാൽ എന്താണ്, ഫാക്ടർ എയുടെ ഫസ്റ്റ് ലെവലും ഫാക്ടർ ബിയിലെ ഫസ്റ്റ് ലെവലും ഒരു ഒബ്സർവേഷൻ, അത് ഫാക്ടർ എയിലെ സെക്കൻഡ് ലെവലും ഫാക്ടർ ബിയിലെ ഫസ്റ്റ് ലെവലും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്, രണ്ട് ഫാക്ടറുണ്ട്. ഒരു ഫാക്ടറിന് എ ബി എന്ന് പറയാം. എയിൽ പി ലെവലുണ്ട്, ബിയിൽ ആർ ലെവലുണ്ട്. മൊത്തത്തിൽ പി ആർ സെൽസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വൈ ഐ ജെക്ക് എന്ന് പറയുന്നത് എന്താണ്, kth ഒബ്സർവേഷൻ ഇൻ ദി ഐ ജെത്ത് സെല്ല്. ഈ ലേഔട്ടിൽ എന്താണ്, ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ ഉണ്ട്. ഇവിടെ ഒരു സെല്ലിൽ എന്തുള്ളൂ, ഒരു ഒബ്സർവേഷൻ വെച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പാണ് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മൾ ഫെർട്ടിലൈസർ 1, ഫെർട്ടിലൈസർ 2, ഫെർട്ടിലൈസർ 3 എന്ന് പറയുന്ന ഒരു എന്തെടുക്കുന്നു, ഒരു ഫാക്ടർ. അടുത്തത് വെറൈറ്റി ഓഫ് ക്രോപ്സ്, അതായത് വെറൈറ്റി 1, വെറൈറ്റി 2, വെറൈറ്റി 3. അപ്പം ഫെർട്ടിലൈസർ 1ഉം വെറൈറ്റി ക്രോപ്പ് 1ഉം ആയിട്ടുള്ള കുറേ ഒബ്സർവേഷൻ കാണും. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ 2ഉം വെറൈറ്റി ഓഫ് ക്രോപ്സിന് കുറേ. ഈ ടൈപ്പാണ് എന്ത് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ഫാക്ടേഴ്സ് വരും. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ടു വേ ക്ലാസിഫൈഡ് ഡേറ്റ. എൻ്റെ എക്സാമ്പിളാണ് ഫെർട്ടിലൈസർ 1, വെറൈറ്റി V1, V2, V3, F1, F2, F3, F4. ഈ ടൈപ്പ് രണ്ട് ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ അതെന്താണ് ടു വേ. ഒരു ഫാക്ടറേ വരത്തുള്ളെങ്കിൽ അത് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ